ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN Teak Lifestyle ന്യൂ കാരക്കാമണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. നമസ്കാരം. ACVയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും അർജുൻ അസോസിയേറ്റ്സ് അവതരിപ്പിക്കുന്ന വാസ്തുഭവനം എന്ന ഈ പുതിയ പരിപാടിയുടെ ആദ്യ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ പരിപാടിയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇത് വാസ്തു എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള ഒരു വിശകലനമായ ഒരു പ്രോഗ്രാം എന്നതിലുപരി ഇന്ന് നമുക്കിവിടെ എത്തിയിട്ടുള്ള ശ്രീ അർജുൻ സാർ എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ വാസ്തുശാസ്ത്രത്തെ ബേസ് ചെയ്തുള്ള നവീന യുഗത്തിലെ വാസ്തുശാസ്ത്രവും ബേസ് ചെയ്തുള്ള ഗൃഹനിർമ്മാണത്തെ അതിൻ്റെ കൂടുതലിലേക്ക് നമുക്ക് എങ്ങനെ പോകാം, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ, അതുപോലെ നിങ്ങൾക്ക് വീട് വെക്കുന്ന ഒരു കോളറാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് നേരിട്ട് സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1000-1500 വാസ്തുശാസ്ത്രപരമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗൃഹനിർമ്മാണം ചെയ്തിട്ടുള്ള ഒരു പ്രശസ്തമായ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം പങ്കെടുക്കുന്നത്. നമുക്ക് ശ്രീ അർജുൻ സാർ അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്ന് നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചൊരു വാസ്തുഭവനം എന്ന ഈ പരിപാടിയാണല്ലോ. ഈ പരിപാടിക്ക് നമുക്ക് കൂടുതൽ നമ്മൾ ഇതിനു മുന്നേ തന്നെ വളരെ സക്സസ് ആയിട്ട് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇന്ന് നമ്മളുടെ അന്വേഷിക്കുന്നത് നവീന യുഗത്തിൽ വാസ്തുശാസ്ത്രത്തെ ക്ലബ് ചെയ്തുകൊണ്ട് ആണല്ലോ സാറിൻ്റെ ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രത്യേക ശൈലി. അത് എങ്ങനെയാണ് സാർ അത് ഒന്ന് അവലംബിക്കുന്നതെന്ന് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവച്ചാൽ കൊള്ളായിരുന്നു. എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ വാസ്തുശാസ്ത്രം വാസ്തുവിദ്യ ഗൃഹനിർമ്മാണത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തും എന്നുള്ളതിന് പറയുന്നതിന് മുമ്പായിട്ട് ഒരു ആധുനിക യുഗത്തിൽ ഈ ശാസ്ത്രത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കണ്ട് അത് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായ സ്ഥാപത്യവേദത്തിലും മറ്റ് അനേകം ഗ്രന്ഥങ്ങളിലും സൂചിപ്പിച്ചിട്ടുള്ള ഒരു ശാസ്ത്ര ശൃംഖലയാണ് വാസ്തുശാസ്ത്രം. അത് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ നിർമ്മാണ രീതിയും ഈ ശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഭാരതത്തിലുള്ള ശാസ്ത്രത്തെ അല്ല, വാസ്തുവിന് അതാത് രാജ്യത്ത് അതാത് പ്രദേശത്ത് അതാത് സ്ഥലങ്ങളിൽ അതിൻ്റേതായ പ്രാധാന്യങ്ങൾ ഉണ്ട്. അപ്പോൾ അത് പാശ്ചാത്യ രാജ്യങ്ങളായാലും പൗരസ്ത്യ രാജ്യങ്ങളിലായാലും ഇന്ത്യയിലായിരുന്നാലും കേരളത്തിലായാലും ഇതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അത് ശരി സാർ. അപ്പോൾ ഈ പ്രാധാന്യം നമ്മൾ കണക്കിലെടുത്ത് പഴയ കാലത്തുള്ള നിർമ്മാണ ശൈലി നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടുമിക്ക പഴയ ഏറ്റവും നല്ല നിർമ്മാണങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ പിൻബലത്തിലാണ് അല്ല, ഞാൻ സാറിൻ്റെ ധാരാളം ഗൃഹങ്ങൾ നേരിട്ട് ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം ഒരു വീടിനകത്ത് കയറുമ്പോൾ തന്നെ നല്ല പ്രത്യേക രീതിയിലുള്ളൊരു കാറ്റ്, വായു സഞ്ചാരം, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത് സാറത് ശരിക്കും അത് വാസ്തു ബേസ്ഡ് ആണത് അങ്ങനെ ഗൃഹനിർമ്മാണം വെക്കുന്നതല്ല സാർ? അതിന് നമ്മൾ നോക്കിക്കാണേണ്ടത് വേറൊരു വസ്തുതയാണ്. നമുക്കൊരു വീട് എന്നുള്ള സങ്കല്പം അല്ലെങ്കിൽ ഗൃഹം, നമുക്ക് പാർക്കാനുള്ള പാർപ്പിടം, ഇത് മനുഷ്യവാസ യോഗ്യം ആയിത്തീരണം. അത് പഴയ കാലം മുതൽ ഇന്നത്തെ ആധുനിക രീതിയിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ വളരെ പഴക്കമുള്ള ഒരു നിർമ്മാണ ശൈലിയല്ല ഇന്നുള്ളത്. ഇന്ന് നമുക്ക് നോക്കാം, അത്യാധുനിക മെറ്റീരിയൽസും അത്യാധുനിക സൗകര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ആ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മളൊരു ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉൾക്കൊള്ളേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കുറേ തത്വങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. അതിൽപ്പെട്ടതാണ് ഭൂമിയുമായിട്ടുള്ള ഒരു ചേർച്ച, കാറ്റിൻ്റെ ഗതി, കാറ്റ്, വായു, അങ്ങനെ. അതേസമയം ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സമന്വയമായിരിക്കണം ഒരു വീട്. അപ്പോൾ ആ വീടിന് അത് ഉണ്ടാവണമെങ്കിൽ ഈ ശാസ്ത്രത്തെ കൂടി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തി. ശരി, താങ്ക് യു. ഇതാണ് നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ ഒരു ആദ്യത്തെ കോള് വന്നിട്ടുണ്ട്. ഹലോ 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 പുതിയതായിട്ട് വീട് നിർമ്മിച്ചിരുന്നു. പുതിയതായിട്ട് ഹലോ
ഹലോ. കേൾക്കാം. സാർ നമസ്കാരം. സാർ നമസ്കാരം. സാറിൻ്റെ പേരെന്താണ്? ജയകുമാർ. ജയകുമാർ സാർ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. കൊല്ലത്തുനിന്ന്. സാറ് സാറിൻ്റെ ആദ്യത്തെ കോളറായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. സാറ് കൊല്ലത്ത് എന്തെങ്കിലും ബിസിനസ്സാണോ അതോ വീട് വെക്കുകയാണോ? എന്താണ് അതിൻ്റെ? അത് വീട് വെച്ചിരുന്നു. അന്നേരം അതിന്റെ കിണറിന്റെ സ്ഥാനമേ ഞങ്ങള് തെക്ക് വശത്തായിട്ട് മുഖപ്പായിട്ടാണ് വീട് പണിഞ്ഞിരിക്കുന്നത്. അത് ശരി. പഴയ വീടാണോ അതോ പുതിയതായിട്ട്? വീട് അല്ല, പുതിയ വീട്. വീടിന്റെ വഴിക്കുന്നത് തെക്ക് വശത്താണ് വീടിന്റെ വഴി പോകുന്നത്. വഴി സാർ കാര്യം ചെയ്തോളൂ. ഞാൻ സാറിൻ്റെ കോള് നമ്മുടെ ശ്രീ അർജുൻ സാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിന് കണക്ട് ചെയ്യാം. അദ്ദേഹമായിട്ട് സംസാരിച്ചോളൂ. അദ്ദേഹം വളരെ വിശദമായി നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിച്ചു തരുന്നതാണ്. താങ്ക് യു. ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ ചോദിച്ചോളൂ. അല്ല സാർ, ഞാൻ ഒരു സംശയം ചോദിക്കാനുണ്ട് വാസ്തു സംബന്ധമായിട്ട്. ചോദിച്ചോളൂ, ധൈര്യമായിട്ട് ചോദിച്ചോളൂ. അപ്പോൾ അതിന് ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടു. വീട് ഇപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ മുഖം എന്ന് പറയുന്നത് തെക്ക് വശത്തേക്കാണ് അല്ലേ? തെക്ക് വശത്തേക്കാണ്. എന്താണ് നിങ്ങളുടെ യഥാർത്ഥ സംശയം? അത് നമ്മുടെ കിണറിന്റെ സ്ഥാനം എവിടെയാണ് ഇരിക്കുന്നത്? കിണറിന്റെ ഈ വീടിനെ പറ്റിയ കിണർ വീട് പണിത് കഴിഞ്ഞതാണ്. പണിഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ഇതിന് ശാസ്ത്രവിധി പ്രകാരമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം അത് പറയാം. ഇപ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ സ്ഥാനം നിർണ്ണയം നടത്തിയിട്ട് പിന്നെ വരുന്ന ഉപകടങ്ങളാണ് കിണർ, തൊഴുത്ത്, അതുപോലെ ഉപശാലകളൊക്കെ വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ, ഈ കിണറിന് രാശി, നമ്മളൊരു വീടിൻ്റെ ഇതെടുത്തിട്ട് രാശിക്രമം പറയും. അപ്പോൾ ആ രാശിക്രമം പറയുകയാണെങ്കിൽ അതിൻ്റെ മീനൻ രാശി, ഇടവൻ രാശി, കുംഭൻ രാശി, ഇങ്ങനെ രാശി വരും. എങ്കിൽ പൊതുവേ ജനങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു വീട് കിഴക്കോട്ടാണ് അഭിമുഖമായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വരുന്നതാണ് ഏറ്റവും ഉത്തമം, എന്നുവെച്ചാൽ മീനൻ രാശി. അപ്പോൾ അതാണ് നമ്മൾ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കിണർ ഏത് ഭാഗത്താണ് വരുന്നത്? അല്ല, ഞങ്ങളുടെ കിണറെ കുഴിക്കാൻ വേണ്ടി കുഴിച്ച് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, വീട് ഇപ്പോൾ ദർശനം പറഞ്ഞത് മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിൻ്റെ കിഴക്ക് വശം പരിഗണിച്ചിട്ട് ആ വീടിൻ്റെ നേരെ മദ്യം മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അതുപോലെ തന്നെ വടക്ക് വശവും മാർക്ക് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞ ഭാഗത്ത് വടക്ക് കിഴക്കേ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ തുലാൻ രാശി എന്നൊക്കെയാണ് പറയുന്നത്. അത് വ്യക്തമായിട്ട് വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളിനെ ഈ രാശികളൊക്കെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരാൻ പറ്റും. എങ്കിലും പൊതുവെ പറയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വീട്ടിൻ്റെ സൂത്രഭേദം വരാതെ കിണറിന് സ്ഥാനം കാണാവുന്നതാണ്. പിന്നെ വേറെ കാര്യം കൂടെ ചോദിക്കുന്നത്, നമ്മളിവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അന്നേരം ഈ വീടിന്റെ അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ടാപ്പ് നിൽക്കുന്നത്, സ്ട്രീറ്റ് ടാപ്പേ. അവിടെ ഒരു ടാങ്ക് കുഴിച്ചിട്ടിട്ട് അവിടുന്ന് വെള്ളം പമ്പ് ചെയ്യാൻ അത് ദോഷമുണ്ടോ? വടക്ക് പടിഞ്ഞാറൊക്കെ ടാങ്ക് കുഴിച്ചിടുന്നുണ്ട്. ഇതിൽ ഞാൻ ഇതിൻ്റെ രണ്ട് സൈഡും പറയാം. ഇതിന് പ്രായോഗികമായിട്ട് നമുക്ക് വളരെ പരിമിതമായ സ്ഥലത്ത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളിടത്ത് ഈ ശാസ്ത്രത്തിൽ നമ്മൾ ഇന്ന സ്ഥാനങ്ങൾ പറയുന്നത് അത് വളരെ ദീർഘവീക്ഷണത്തിൽ മറ്റുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കും കാറ്റിൻ്റെ ഗതിയും ഭൂമിയുടെ ദിവസമുള്ള ചരിവും ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ കിണറിൻ്റെ സ്ഥാനങ്ങൾ ഇന്നടത്ത് വേണമെന്ന് പറഞ്ഞത്. അതേസമയം പൊതുവേ ഞാൻ ഒറ്റ അഭിപ്രായം പറയാം, മണ്ണിനടിയിൽ പോകുന്ന ഒന്നും തന്നെ ഈ ശാസ്ത്രപരമായിട്ട് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സൗകര്യം നോക്കി അവിടെയൊക്കെ ടാങ്ക് പണിയുന്നതിനും അത് ചെയ്യുന്നതിനൊന്നും ഒരു ശാസ്ത്രവും തടസ്സം പറയുന്നില്ല. എടുക്കുന്നതിന് ഒരു തെറ്റുമില്ല. അതിന് അതാണ് പറഞ്ഞത്, നമ്മൾ ബേസ്മെൻറ്റിന് മുകളിലോട്ടുള്ളത് മാത്രമേ ശാസ്ത്രപ്രകാരം നമ്മൾ എന്ത് പറയാറുള്ളൂ, ഒരു ശാസ്ത്ര അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്നത് പാലിക്കപ്പെടേണ്ടതുള്ളൂ. മറ്റത് യഥാർത്ഥത്തിൽ ഭൂമിക്ക് അടിയിലും എന്ന് വെച്ചാൽ ബേസ്മെൻറ്റിൻ്റെ താഴെ ഫൗണ്ടേഷൻ മുതൽ താഴോട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു കണക്കിൽ പെടുന്നതല്ല. പിന്നെ കുറേയൊക്കെ നമ്മൾ പരിഗണിച്ച് പോകുന്നത് നമ്മളുടേതായ യുക്തിയും ചിന്തയും ഭയവും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. കിണറായിട്ട് നമ്മൾ ആ സ്ഥാനമാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ചിലപ്പോൾ അവിടെ നമുക്ക് വെള്ളം കിട്ടാൻ പറ്റാത്തത് തൊട്ട് അയൽക്കാരൻ്റെ ഒരു സെപ്റ്റി ടാങ്കൊക്കെ വന്നാൽ അവിടെ കിണറെടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ നമ്മൾ യുക്തിപരമായിട്ട് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. ഹലോ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇനി വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ചോദിച്ചോളൂ, പെട്ടെന്ന് ചോദിച്ചോളൂ. നമ്മൾ ഈ വാട്ടർ ടാങ്ക് വെക്കുമല്ലോ, നമ്മൾ വെള്ളം വീട്ടിൽ ആവശ്യമില്ലെങ്കിൽ ഉയരത്തിൽ വെക്കുമല്ലോ, അത് നമ്മളെ വീടിന്റെ ഏത് ഭാഗത്ത് വെക്കുന്ന ഉത്തമം? ഈ പറഞ്ഞ പൊസിഷനിലുള്ള വീടിന്റെ
അതിൽ സാധാരണ കാണുന്നത് ഈ പറഞ്ഞ ശാസ്ത്രപ്രകാരമാണെങ്കിൽ ജലത്തിൻ്റെ സാന്നിധ്യം വരാവുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗത്താണ്. അഗ്നികോണിലോട്ട് എന്ന് പറഞ്ഞാൽ തെക്ക് കിഴക്കേ ഭാഗത്തേക്ക് കഴിവതും ജലസാന്നിധ്യം കൊണ്ടുവരാതിരിക്കുന്നത് ശാസ്ത്രപ്രകാരം നല്ലതാണ്. വീടിന്റെ പുറമോട്ട് കൊണ്ടുപോകണ്ട. പുറകോട്ടല്ല, വടക്ക് തെക്ക് കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് വശത്ത് തെക്ക് ഭാഗത്തേക്ക് വയ്ക്കാതിരിക്കുക, വടക്ക് കിഴക്കകത്താക്കുക. അതേപോലെ വടക്ക് പടിഞ്ഞാറൊക്കെ നിങ്ങൾക്ക് ടാങ്ക് വയ്ക്കാം. ഓക്കെ സാർ, വിളിച്ചതിന് നന്ദി. താങ്ക് യു. തുടർന്നും എല്ലാ ആഴ്ചയും ഈ പരിപാടിയിൽ കാണുക. മറ്റ് കാണാത്തവരുടെ ഈ പരിപാടിയെക്കുറിച്ച് പറയുക. ധാരാളം സംശയങ്ങൾ നിങ്ങൾക്ക് വയ്ക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു വരാം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN ടീക്ക് ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിനെ വെല്ലുന്ന കരുത്തും ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വാസ്തുഭവനത്തിലേക്ക് നമുക്ക് രണ്ടാമത്തെ കോളർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. മാഡം ഗുഡ് ആഫ്റ്റർനൂൺ. മാഡം എന്താണ് പേരൊന്ന് പറഞ്ഞോളൂ. ശൈലജ. ശൈലജ മാഡം എവിടുന്നാണ് വിളിക്കുന്നത്? കോട്ടയത്തുനിന്ന്. എന്താ? കോട്ടയം. ഓക്കെ മാഡം. മാഡം ചോദിച്ചോളൂ, എന്താണ് സംശയം? ഇവിടെ നമ്മുടെ പ്രശസ്തരായ വാസ്തു ബിൽഡർ ശ്രീ അർജുൻ സാറ് ഇവിടെ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ ഉണ്ട്. നിങ്ങളുടെ സംശയം അദ്ദേഹത്തോട് ചോദിച്ചോളൂ. ഞാൻ അദ്ദേഹത്തോട് പോകും. സാറേ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ബാത്റൂമേ കന്യാകോണിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ടാങ്കും കന്യാകോണിൽ തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. അല്ല, അതിൽ ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? ഞങ്ങളുടെ ബാത്റൂമേ കന്യാകോണിലാണ്. അപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ അതിന് ഞാനൊരു എൻ്റെ വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ സാധാരണ പണിത വീടാണെങ്കിൽ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ആണ് നമ്മൾ അതിൻ്റെ ഒരു കന്നി ഭാഗം, അല്ലെങ്കിൽ തെക്ക് നിരീതി കോണം എന്നൊക്കെ പറയുന്നത്. ആ ഭാഗത്തായിരിക്കും ബാത്റൂം വന്നത്. കോർണറിലാണോ? അത് തന്നെ, കോർണറിൽ തന്നെ. സാധാരണ നമ്മൾ വീടിൻ്റെ മറ്റ് 3 സ്ഥലങ്ങളിലും ഇത് വന്നാൽ, 3 അല്ല ശരിക്കും പറഞ്ഞാൽ കോർണറിൽ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കോർണറിൽ ബാത്റൂം വരുന്നത് ഉചിതമല്ല. അത് ഒഴിവാക്കുക തന്നെ വേണം. അതിന് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അല്ല, ഞാനൊരു 10-20-22 വർഷം ഈ ശാസ്ത്രവിധി പ്രകാരം മാത്രം വീടുകൾ പണിത് അനുഭവ സമ്പത്തുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാനത് തീർത്തും പറയുന്നു. അത്തരം ബാത്റൂമുകളുള്ള വീടുകളിലൊക്കെ വലിയ ദോഷങ്ങളുണ്ടായിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നം, അതുപോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് ശരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമ്മൾ ടാങ്ക് ഉൾപ്പെടെ വേണം മാറ്റാൻ അല്ലേ? ടാങ്ക് അല്ല, ബാത്റൂം എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് നമ്മൾ കുളിമുറി സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട്, സാധാരണ നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് വന്നാൽ നമ്മൾ അതിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു ഡ്രസ് ഏരിയയോ മറ്റ് കുറച്ച് സ്പേസ് വിട്ടതിന് ശേഷം ബാത്റൂം പണിത് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു കോർണറിലാണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ടാങ്കൊന്നും കുഴപ്പമില്ല. ഹലോ മാഡം. ഹലോ. മാഡം സെപ്റ്റിക് ടാങ്ക് ആണോ ഉദ്ദേശിക്കുന്നത്? അത് നേരത്തെ ഞാൻ ചോദിച്ചു. നമുക്ക് ബേസ്മെൻറ്റിന് അടിയിലോട്ട് പോകുന്നത് ഇതിനകത്ത് വലിയ ദോഷം വരാനില്ല. എങ്കിലും നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലയിൽ കന്നിമൂലയിൽ നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് ഒഴിവാക്കി ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. താങ്ക് യു മാഡം, വിളിച്ചതിന് നന്ദി. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ മാഡം. ഹലോ. ഓക്കെ മാഡം, താങ്ക് യു.
സാർ, അപ്പോൾ ഞാൻ ഇത് തന്നെ ഞാൻ സാറിനോട് ചോദിക്കാനിരുന്നതാണ്. അതായത് ഈ കന്നിമൂല പൊതുവേ അശുദ്ധമാകാൻ പാടില്ല എന്നൊരു സാറിന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതിൻ്റെ അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല. കന്നിമൂല അശുദ്ധമായി അതല്ല നമ്മൾ അതിന് ആ വിഷയത്തെ കാണേണ്ടത്. ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ ഒരു സ്ഥാനനിർണ്ണയം നടത്തുമ്പോൾ നമുക്ക് വീടിൻ്റെ 4 കോർണറുണ്ട്. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ 4 ദിക്കുമുണ്ട്: കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പോൾ ഇതിൽ വീട് നമ്മൾ ഒരു പ്ലാൻ സ്ക്വയറോ റെക്റ്റാങ്കിളോ ആയിട്ട് വരയ്ക്കുമ്പോൾ ഈ 4 മൂലയ്ക്കും നമ്മൾ ഓരോന്നിനും ഓരോ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അത് ശരി. ഉദാഹരണത്തിന് കിഴക്കായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് വടക്ക് കിഴക്ക് ഭാഗം നമ്മൾ സാധാരണ കേരളത്തിൽ ഒരു ഒട്ടുമിക്ക വീടുകളുടെയും അടുക്കള നമ്മൾ ആ ഭാഗത്തേക്ക് കൊടുക്കും. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു കാരണം കൊണ്ട് മാത്രമല്ല, ഈ കിച്ചൻ്റെ സ്ഥാനം നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് നമ്മളെ കാറ്റിൻ്റെ ഗതിയും ജലത്തിൻ്റെ സൗകര്യം അത് തന്നെ നമുക്ക് പടിഞ്ഞാറൻ കാറ്റാണ് ഒരു കൂടുതൽ കിട്ടുന്നത്. ആ പടിഞ്ഞാറൻ കാറ്റിൻ്റെ ഒഴുക്ക് നമുക്ക് വടക്ക് കിഴക്ക് ആകുമ്പോൾ അടുക്കളയാകുമ്പോഴത്തേക്ക് പഴയ കാലത്ത് വിറകടപ്പും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് അത് അങ്ങനെ ഒരു ക്രമീകരണം വാസ്തുശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ശരി സാർ. അതോടൊപ്പം തന്നെ പവിത്രമായിട്ട് നമ്മൾ വാസ്തു പുരുഷ സങ്കല്പം വെച്ചും കൊണ്ട് ഈ വാസ്തു പുരുഷൻ്റെ പാദം ഈ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തും അതിൻ്റെ ശിരസ് വടക്ക് കിഴക്കേ ഭാഗത്തുമാണ് കാണുന്നത്. അങ്ങനെ വരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലങ്ങൾ നമ്മൾ പവിത്രമായിട്ട് കാണുന്നുണ്ട്. അത് നമ്മുടെ ഒരു സങ്കല്പമാണ്. അപ്പോൾ നമ്മൾ ഈ ശാസ്ത്രത്തിന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ ഒരു സംശയം കൂടി ചോദിച്ചാൽ, ബാത്റൂം എന്തുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കന്നി മൂലയ്ക്ക് വരാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേസമയം ഈ കാര്യം തന്നെ നമ്മൾ മനുഷ്യാലയ ചന്ദ്രികയിലും നേരത്തെയുള്ള ശാസ്ത്രത്തിലും 4 കെട്ടിൽ 9 നാലുകെട്ടുള്ളതിൽ ഒരു 4 കെട്ടിൽ ഇതിൻ്റെ ശൗചാലയം, സ്ത്രീകൾക്കുള്ള റൂം അവിടെയും അതിൻ്റെ ശൗചാലയം അവിടെ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നു. സാർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ 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 ഹലോ, നമസ്കാരം. വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. എന്താ മാഡം, പേരെന്താണ്? ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, സുജാത. തൊട്ടു മുന്നേ വിളിച്ചിരുന്നു. പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് ഞങ്ങളുടെ വീട്ടിൽ. അല്ല, എവിടെ നിന്നാണ് വിളിക്കുന്നത് മാഡം? ഇത് നെയ്യാറ്റിൻകരയെന്നാണ്. നെയ്യാറ്റിൻകരയെന്ന്. പറഞ്ഞോളൂ, സാർ ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ. എന്താ സംശയം, എന്താ ചോദിച്ചോളൂ. നമ്മുടെ വീട് ഒരു ആൾത്തറയുണ്ട്, വർഷങ്ങളുള്ള റോഡരിയാണ് വീട്. അത് ഇരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? പഴയതാണ്. എവിടെ സ്ഥലം? നെയ്യാറ്റിൻകരയാണോ? അതെ അതെ. ഇതിൽ ഞാൻ പിന്നെ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, ഈ ആൽത്തറ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാവ് പോലെയുള്ള ഒരു സങ്കല്പത്തിലാണോ അല്ലാതെയാണോ, എങ്ങനെയാണ് അതിൻ്റെ രീതി? ഹസ്ബൻഡിന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചേക്കാണ്. അത് ഇങ്ങനെ വിളക്കൊളുത്തിരിക്കുകയാണ്. ഇപ്പൊ എന്താണ് അതിന്റെ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? എന്താണ് അറിയേണ്ടത്? പലവരും പറഞ്ഞ് ഇതിങ്ങനെ വച്ചിരുന്നൂടാ. അത് അതിനകത്തൊന്നുമില്ല. ഇങ്ങനെ ഒരു ആത്മാവിനെ പിടിച്ചു നിർത്തി ഇങ്ങനെ വിളക്കൊളുത്തിക്കൂടെന്നാണ് പറയുന്നത്. അതിൽ വാസ്തുവായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സാധാരണ ഈ ആൽത്തറയും കാവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒരു സങ്കല്പമാണ്. അതാണ് ഞാൻ ചോദിച്ചത്, കാവായണോ അങ്ങനെയാണ്. ഈ കാവിനെയൊക്കെ വെട്ടി നശിപ്പിച്ചിട്ട് ഗൃഹം പണിയുമ്പോൾ അതിൽ പാർക്കുന്ന ജീവജാലങ്ങളുടെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ശാപം ആ പണിയുന്ന ഗൃഹത്തിനും പണിയുന്ന ആളിനും ഉണ്ടാവുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അതിന് ഒന്നുകിൽ അത്തരം നമ്മൾ ചെയ്യാൻ നിവൃത്തിയില്ല, അവിടെ പണിതേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് പരിഹാര പൂജ അല്ലെങ്കിൽ അതിനകത്ത് വേണ്ടുന്ന ജ്യോതിഷ വിധി പ്രകാരം അതിന് പരിഹാരം കണ്ട് അത് വെട്ടിമാറ്റി വീട് പണിയുന്നതായിരിക്കും ഉചിതം. പിന്നെ ഉള്ള വീട്ടിലാണെങ്കിൽ ഞാൻ പറയട്ടെ. ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു ആൾത്തറ പോലെ ഇങ്ങനെ വെച്ചിരുന്ന വിളക്കൊളുത്തുകയാണ്. അത് കിഴക്ക് തെക്ക് ഭാഗത്താണ് വരുന്നത്. കിഴക്ക് തെക്ക് ഭാഗത്ത്. അതുകൊണ്ട് അങ്ങനെ വലിയ വീട്ടിന് ദോഷം വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, വീട്ടിന് ഭയങ്കര തടസ്സവും ദുരിതവും എല്ലാം കൂടെ ഉണ്ട്. അത് ഈ ശരിക്കും പറഞ്ഞാൽ വാസ്തുമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ആ തരത്തിൽ അതിനൊരു പരിഹാരം നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഒരു ടോയ്ലറ്റ് ഉണ്ട്, അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? തെക്ക് കിഴക്ക് അല്ലേ? തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വരുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നുമില്ല. കോർണറിൽ വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അവിടെ വന്നെന്ന് വിചാരിച്ച് വലിയ ദോഷമായിട്ട് കാണേണ്ടതില്ല. ഓക്കെ മാഡം. ഹലോ ഹലോ വിളിച്ചതിന് വളരെ നന്ദി. വീണ്ടും തുടർന്ന് ഈ പരിപാടികൾ കാണുക. നിങ്ങൾക്ക് സംശയങ്ങൾ പറഞ്ഞു തരാൻ ശ്രീ അർജുൻ സാർ ഇവിടെ ഉണ്ട്. സാർ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തൊന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതായത്
നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് ഈ കന്നിമൂലയ്ക്കുള്ള പ്രാധാന്യം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലേ, ഈ ഇതൊക്കെ ഒരു നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് നമ്മൾ അന്ധവിശ്വാസമായിട്ട് തന്നെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ കാണുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് കാണുന്നത് ഈ ശാസ്ത്രത്തിൽ മാത്രം മുറുകെ പിടിച്ചും കൊണ്ടുള്ള അല്ല പറയുന്നത്. പക്ഷെ ഒരാൾ ശാസ്ത്രം ചോദിക്കുമ്പോൾ സാറിൻ്റെ നിർമ്മിച്ചിട്ടുള്ള പല വീടുകളും ഞാൻ ഇതിനു മുന്നേ കണ്ടിരുന്നു. അതിൽ എനിക്കിത് എത്രയേ പറയാനുള്ളൂ, ഈ നമ്മുടെ ഈ സാധനങ്ങൾക്കൊക്കെ ഒരു പ്രാധാന്യം ഉള്ളത് ശാസ്ത്രത്തിൽ പറയുന്നത് കുറേയൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടി വരും, കുറേ നമുക്ക് ആവശ്യമില്ലാത്തത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രണ്ട് പ്രാധാന്യം ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയാം. വടക്ക് കിഴക്കേ ഭാഗത്തിനും തെക്ക് പടിഞ്ഞാറേ ഭാഗത്തിനും വീട് വയ്ക്കുമ്പോൾ ആ സ്ഥാനങ്ങൾക്ക് കുറച്ച് ഈ എനർജി പവർ കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ഈ സങ്കല്പത്തിൽ നിന്ന് വരുന്നത് ആണ് ഞാൻ സൂചിപ്പിച്ചത്. വാസ്തുപുരുഷ സങ്കല്പം അനുസരിച്ച് ഒന്ന് അദ്ദേഹത്തിൻ്റെ പാദവും ഒന്ന് അതിൻ്റെ ശിരസ്സുമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു കൂടുതൽ അത്. പക്ഷേ അതോടൊപ്പം അതല്ല അതിൻ്റെ കാര്യം, നമുക്ക് ഒരു എനർജി വീട്ടിനകത്ത് ഒരു ഊർജം കയറണമെങ്കിൽ വടക്ക് കിഴക്കുന്ന് കയറി തെക്ക് പടിഞ്ഞാറിൽ നിർത്തണം. അപ്പോൾ ആ ഭാഗത്ത് നമ്മളൊരു ഓപ്പണിംഗ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത് അത്ര നല്ലതല്ല എന്നുള്ളതാണ്. ഈ എനർജിയെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തി വീട്ടിൻ്റെ എനർജി അതിനകത്ത് നിർത്തണമെങ്കിൽ ഇത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് ശരി. അത് ശാസ്ത്രം വേറൊരു സ്ഥലത്തിൽ പറയുന്നു. നമ്മൾ എന്തുകൊണ്ട് അത് അങ്ങനെയാണെന്നുള്ളത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചിട്ട് അതിൻ്റെ ഇന്നത്തെ പ്രായോഗിക തലത്തിൽ അതിൻ്റെ കാരണവും കൂടെ നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ഇത് പ്രയോജനം വരുള്ളൂ. ശരി സാർ. സോ നമുക്ക് അടുത്തൊരു കോളർ ഉണ്ട്. ഹലോ. ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. എന്താ സാർ പേരെന്താ? എൻ്റെ പേര് സുനിൽകുമാർ, കൊല്ലത്തുനിന്നാണ്. സുനിൽകുമാർ സാർ, കൊല്ലത്തുനിന്ന് വിളിക്കുന്നു. പറയൂ സാർ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ഇന്നത്തെ ഈ പരിപാടിയുടെ ആദ്യത്തെ എപ്പിസോഡാണ്. പറയൂ സാർ, പറയൂ. എന്താ അതേ ഉണ്ട്, നിങ്ങൾ എന്താണ് സംശയം ചോദിച്ചോളൂ. സാർ എന്താ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണോ? എന്താ ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ഇത് പറഞ്ഞോളൂ. ഞാൻ ചോദിച്ചത്, നമ്മൾ ഈ റോഡിന് അഭിമുഖമായിട്ട് വീട് വെക്കുമ്പോൾ വാസ്തു നോക്കേണ്ടതില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ശാസ്ത്രീയമായിട്ട് അത് ശരിയാണോ? അത് പിന്നെ ശരിക്കും പലരും അങ്ങനെ ഒരു സംശയം ചോദിക്കുന്ന പതിവുണ്ട്. അപ്പോൾ ഇതിനകത്ത് റോഡിന് അഭിമുഖമായിട്ട് വരുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദിശ നോക്കേണ്ടതില്ല. എന്ന് വെച്ചാൽ ഒരു കോമ്പസ് വെച്ചിട്ട് കിഴക്കോ തെക്കോ പടിഞ്ഞാറോ തെറ്റായിട്ട് നിന്നാൽ റോഡിന് അഭിമുഖമായിട്ട് വീട് പണിയാം എന്നുള്ള ഒരു ധാരണയിലായിരിക്കും ചോദിക്കുന്നത് അല്ലേ? അതെ അതെ. എനിക്ക് എന്റെ വീട് വെക്കുന്ന എന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് റോഡ് വരുന്നത്, പ്ലോട്ടിന്റെ. അപ്പോൾ അതിൽ നമുക്ക് ഇതിനകത്ത് ഞാൻ ചുരുക്കി പറയാം. ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് പറമ്പിൻ്റെ സ്ഥാനം, അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതാണ് ദർശനം. വീട് എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണം എന്നുള്ള ദർശനം കൊടുക്കുന്നത്, അതിൻ്റെ മുഖം. അപ്പോൾ അത് നമ്മൾ അത് നിശ്ചയിക്കുന്നതിന് കുറച്ച് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വഴിയുണ്ടെങ്കിൽ വഴിക്ക് അഭിമുഖമായിട്ട് വയ്ക്കാം. നദിയുണ്ടെങ്കിൽ അതിന് അഭിമുഖമായിട്ട് വയ്ക്കാം. ദേവാലയങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കേണ്ടി വരും. പർവ്വതങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഗണിക്കേണ്ടി. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിന്നെ നമ്മുടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ വഴിക്ക് അല്ലെങ്കിൽ റോഡിന് അഭിമുഖമായി പഴയ ശാസ്ത്രത്തിൽ പറയുന്നത് അതിൻ്റെ രാജവീതി എന്നാണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാലേ അത് ശരിക്കും റോഡല്ല അവിടെ ഉദ്ദേശിക്കുക, രാജവീതി. അപ്പോൾ രാജവീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പഴയ കൊട്ടാരമോ അവർ ഏതെങ്കിലും ഏതെങ്കിലും നല്ലൊരു ദേവാലയത്തിൻ്റെ ഒരു പാത നിശ്ചയിച്ചിട്ടാണ് വീതി നിശ്ചയിക്കുന്നത്. അത് കൃത്യം ദിശ തെറ്റാതെ ആയിരിക്കും ഇരിക്കുന്നത്. ഇന്നത്തെ പോലെ റോഡ് നമ്മൾ സൗകര്യത്തിന് വെട്ടിക്കൊണ്ട് പോകുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് അഭിമുഖമായിട്ട് രാജപാതയ്ക്ക് അഭിമുഖമായിട്ട് വീട് പണിയാം എന്ന് പറഞ്ഞാൽ ശാസ്ത്രതത്വം അതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു വീട്, നമുക്ക് കുറച്ച് സ്ഥലമുള്ള സ്ഥലത്ത് ഒരു വഴിക്ക് അഭിമുഖമായിട്ട് നമുക്ക് വീട് പണിയുന്നതിൽ ശാസ്ത്രവിധി അത്രത്തോളം പരിഗണിക്കേണ്ടില്ല എന്നുള്ളതും നമ്മൾ വസ്തുത മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ എന്താണ് അടുത്ത നിങ്ങളുടെ ഈ യഥാർത്ഥ സംശയം എന്താണ്? അല്ല സാർ, ഞാൻ ചോദിച്ചോട്ടെ, സാർ ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പലരും പറഞ്ഞത് ഈ ദർശനം കൊള്ളൂല, പടിഞ്ഞാറ് ദർശനമാക്കി വയ്ക്കാൻ കൊള്ളൂല, ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അതിൽ എനിക്ക് പിന്നെ ഇതേ കൂടെ ഈ പ്രോഗ്രാമിൽ കൂടെ പറയാമെന്നുള്ളത്, നമുക്ക് വീട് 4 ദിക്കിലേക്കും ദർശനമായിട്ട് കൊടുക്കാം. കിഴക്ക്, വടക്ക്, തെക്ക്, പടിഞ്ഞാറ്, ഈ 4ലേക്കും കൊടുക്കാം. 4 ദിശയ്ക്കും. അതാണ് 4 ഗൃഹങ്ങളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് നമ്മൾ ശരിക്കും ഒരു കോമ്പസ് വെച്ചിട്ട് ദിശയ്ക്ക് അനുകൂലമായിട്ട് വയ്ക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ
നമുക്ക് ഈ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ അവിടെ ഒരു ദർശനമായിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പരമാവധി നമുക്ക് ഏറ്റവും നല്ല ഇത് നോക്കുന്ന വഴിയിലെ സൗകര്യം, തൊട്ടടുത്തുള്ള വയൽ അതുപോലെയുള്ള നോക്കിയിട്ട് പണിയുന്നതായിരിക്കും. ഇതിനകത്ത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശദമായിട്ട് പിന്നെ ഒരു അവസരത്തിൽ വിളിക്കാം. ഹലോ സാർ, വിളിച്ചതിന് നന്ദി. അജയ്കുമാർ സാർ കൊല്ലത്ത് നിന്ന് വിളിച്ചിരുന്നു. കൃത്യമായ മറുപടി താങ്കൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി സാർ. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം അതൊരു പ്രസക്തമായ ചോദ്യമാണ്. എനിക്കും സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംശയമില്ലാതില്ല. അതായത് ഈ ഹൈവേയിലൊക്കെ പോകുമ്പോഴേ നമുക്കത് കൃത്യമായിട്ട് അങ്ങനെയുള്ള ഈ ദർശനം ചെയ്യുന്ന വീടുകൾ നമുക്കത് ശരിക്കും മാറ്റാൻ പറ്റത്തില്ല. മാറ്റാൻ പറ്റത്തില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ദർശനം എങ്ങോട്ട് നിശ്ചയിക്കണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം ആ പറമ്പ് നമ്മൾ നോക്കണം. അതിൻ്റെ തൊട്ടടുത്ത് മറ്റ് ഘടകങ്ങളാണ് നോക്കേണ്ടത്. അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ വയൽ, നെൽകൃഷിയുള്ള വയലുണ്ടോ, അല്ലെങ്കിൽ നദിയുണ്ടോ, അല്ലെങ്കിൽ ദേവാലയമുണ്ടോ, അല്ലെങ്കിൽ പിന്നെ രാജവീതി റോഡുണ്ടോ, ഇതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ ദർശനം നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ദർശനം നമുക്ക് ദിക്കിന് വിരുദ്ധമായിട്ട് വരാതെ നോക്കണം. ദിക്കിന് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ അതിന് ഏറ്റവും ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള അതെടുക്കണം. അപ്പോൾ റോഡിന് അഭിമുഖമായിട്ട് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കോമ്പസ് വെക്കുമ്പോൾ അതിനകത്ത് ശരിക്കും വിധിക്കായിട്ട് തെക്ക് പടിഞ്ഞാറോ വടക്ക് കിഴക്കായിട്ടോ ആയിരിക്കും അതിൻ്റെ ഫേസ് വരുന്നത്, അല്ലെങ്കിൽ നേർ ഡോർ വരുന്നത്, അതിൻ്റെ ഇത് വരുന്നത്. അതിനെ നമ്മളെന്ത് പറയും, വിധിക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥാനത്തിനും അതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ 4 ദിക്കിലേക്ക് വിരുദ്ധമായിട്ട് നമ്മൾ വീട് പണിയാണെങ്കിൽ 4 ദോഷങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ഒന്നിൽ കലഹം, ഒന്ന് സാമ്പത്തിക ക്ഷയം, ഒന്ന് മരണഭയം, ഇങ്ങനെയുള്ള 4 ദിക്കിലേക്ക് അത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കണമെന്നുള്ളതാണല്ലോ ശാസ്ത്രത്തിൽ കൂടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് അനുകൂലമായിട്ട് നമ്മൾ വരണമെങ്കിൽ ഇതിന് ഏറ്റവും പിന്നെ അറിവുള്ള ഒരു വാസ്തുശാസ്ത്ര വിദഗ്ധനെ ഇത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ രാജവീതി എന്നും പറഞ്ഞ് റോഡിനെ അഭിമുഖം വെച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം. ശരി സാർ, വിലയേറിയ ഒരു നിർദ്ദേശമായിരുന്നത്. നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാ നോക്കാം. ഹലോ, വെൽക്കം ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. സാർ പേരെന്താ? ഹലോ, പേരൊന്ന് പറഞ്ഞോളൂ. രാജപ്പൻ എന്താ? രാജപ്പൻ സാർ, ചങ്ങനാശ്ശേരിന്ന്. ഓക്കെ സാർ, പരിപാടി വിളിച്ചതിന് സന്തോഷം. സാർ നിങ്ങളുടെ എന്താ ചോദിച്ചോളൂ. സാർ എന്താ വീട് വെച്ചോണ്ടിരിക്കുകയാണോ? ഹലോ, ചോദിച്ചോളൂ. അദ്ദേഹം ലൈനിലുണ്ട്, ചോദിച്ചോളൂ. എന്റെ വീടിന്റെ കിഴക്ക് ഭാഗത്തൊരു കണിക്കൊന്ന നിൽപ്പുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. എന്താണ് എൻ്റെ സംശയം? വെട്ടി മാറ്റുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഇതിനകത്ത് ഒരു ശാസ്ത്രത്തിൻ്റെ ഇത് പറയുമ്പോൾ വീടിൻ്റെ ചുറ്റും വരുന്ന മരത്തിനൊക്കെ സ്ഥാനങ്ങൾ പറയുന്നുണ്ട്. കണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും ഐശ്വര്യം തരുന്ന ഒരു മരമാണ്. അത് തണൽ കിട്ടുന്നുണ്ട്. അതോടൊപ്പം വർഷത്തിലൊരിക്കൽ അതിൻ്റെ പൂവ് നമുക്ക് ഭയങ്കര ഒരു മനസ്സുവന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിവതും വെട്ടിമാറ്റാതെ നിർത്താൻ പറ്റുമെങ്കിൽ മാത്രമേ അത് നിർത്തുന്നതായിരിക്കും ഉചിതം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ നമുക്ക് വീട്ടിനെ സംബന്ധിച്ച് മറ്റ് അസൗകര്യങ്ങളുണ്ടെങ്കിൽ അത് വെട്ടുന്നതുകൊണ്ടൊന്നും ശാസ്ത്രവിധി പ്രകാരം അതിനകത്തൊന്നും യാതൊരു പരിഗണന കൊടുക്കേണ്ട കാര്യമില്ല. ആണല്ലേ? ഓക്കെ സാർ. ഇങ്ങനെ ഒരു വീട്ടിലൊരു വാസ്തു കൊണ്ടുവന്ന് പറഞ്ഞത് വെട്ടി മാറ്റരുത് എന്ന് പറഞ്ഞായിരുന്നു. ഈ വീടിന് വീട്ടിലോട്ട് ഇങ്ങനെ ഇലകളൊക്കെ വീഴുന്നതുകൊണ്ട് അത് മാറ്റാമെന്ന് ഉദ്ദേശിക്കുന്നു. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ രണ്ട് കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചല്ലോ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ യുക്തി അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ശരി. ഓക്കെ സാർ, താങ്ക് യു. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, ട്രിവാൻഡ്രം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വാസ്തുഭവനം. നമുക്ക് അടുത്തൊരു കോളറുണ്ട്. ഹലോ,
കാള് എന്തോ ടെക്നിക്കലായിട്ട് കട്ടായി പോയി. സാർ നമുക്കൊരു കാര്യം ഇപ്പോൾ തന്നെ ഈ ഒരു കൊന്ന മരത്തിൻ്റെ ഒരു കാര്യം നമ്മളൊരു അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം ഇതേ ഉള്ളൂ. മരം ഒരു നല്ല വിഷയം, നല്ല വിഷയമാണ്, പ്രകൃതിയായിട്ട് എപ്പോഴും ഇണങ്ങിയുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് വസ്തുതകൾ കാണണം. ഈ പണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയ സമയത്തുള്ള ഒരു നിർമ്മാണ രീതി അല്ലല്ലോ എന്നുള്ളത്. ഇന്ന് കോൺക്രീറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് വീടിന് ചുറ്റും വയ്ക്കാവുന്ന മരത്തിന് ഒരു കണക്ക് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 4 ഇനം മരങ്ങളായിട്ട് അതിൽ അന്തസാര, ബഹിർസാര, സർവസാര, നിസാര, ഇങ്ങനെ 4 കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം മുഴുവൻ അകം കാതിലും പുറം വെള്ളയായിട്ടുള്ള, ഉദാഹരണത്തിന് ആഞ്ഞിലി, പ്ലാവ് അതുപോലുള്ള മരങ്ങൾ. അതേസമയം സർവസാര വൃക്ഷങ്ങളിൽ മുഴുവനും ഉറപ്പായിട്ടുള്ള പുളി അതുപോലുള്ള വൃക്ഷങ്ങൾ. അത് അതേസമയം ഈ അകം ഉള്ള് അതിൻ്റെ ഇൻസൈഡ് പൊള്ളയായിട്ടുള്ളതും പുറത്ത് ഉറപ്പുള്ള തെങ്ങ്, കമുക്, പിന്നെ അതുപോലുള്ള പന, അത്തരം വൃക്ഷങ്ങൾ. പിന്നെ നിസ്സാര വൃക്ഷങ്ങളെന്ന് പറയുന്നത് മൊത്തം ബലമില്ലാത്ത മുരിക്ക് ഇതുപോലെ ഇതിനൊക്കെയാണ് സ്ഥാനങ്ങൾ കൊടുത്തത്. ഇതിൻ്റെ പ്രധാന കാരണം വേറെ ഒന്നുമല്ല. വീട് വയ്ക്കുമ്പോൾ അന്ന് നമ്മൾ ഇന്ന് വയ്ക്കുന്ന കോൺക്രീറ്റ് പില്ലറും പൈലും ഒന്നും ഇല്ല. വെറുതെ മണ്ണുകൊണ്ട് ഫേസ്മെൻ്റ് ഇടുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്ത് മണ്ണുകൊണ്ട് വീട് പണിയുക, അല്ലെങ്കിൽ വളരെ അടുത്ത് നിന്ന് ഇതിൻ്റെ വേരും ഈ മരത്തിൻ്റെ ഉയരവും ഇതിൻ്റെ കാറ്റടിച്ച് ഈ ഇതൊക്കെ പോകുന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ നോക്കേണ്ടത് നല്ല വൃക്ഷങ്ങൾ വീട്ടിന് ചുറ്റും വെച്ച് പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ വെച്ച് പിടിപ്പിച്ച് തന്നെ പോകണം. ചില മരങ്ങൾ സ്ഥാനങ്ങളല്ലാതെ വരുന്ന ചില വൃക്ഷങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ പാടില്ലാത്ത ദേവവൃക്ഷങ്ങളെന്നൊക്കെ പറയുന്ന ചില വൃക്ഷങ്ങൾ നമുക്ക് വീട്ടിൻ്റെ സ്ഥാനത്ത് വരാതിരിക്കുന്ന ഒഴിവാക്കി തന്നെ ചെയ്യേണ്ടി വരും. ശരി സാർ, ഇതൊരു നല്ലൊരു സബ്ജക്റ്റാണ്. നമുക്ക് ഇടയ്ക്ക് ഒരു കോളറുണ്ട്, നമുക്കത് കഴിഞ്ഞത് തുടരാൻ വിചാരിക്കുന്നത്. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. മാഡം, എന്താ പേരെന്താ? ദേവിക മാഡം, എവിടുന്നാ വിളിക്കുന്നത്? എന്താ? ഒറ്റപ്പാലം. മാഡം കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ? ഹലോ, അല്ല വീട് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അല്ല വീടുകൾ അല്ല മനസ്സിലായി മാഡം, വീട് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണോ അത് ഏത് സ്റ്റേജിലാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ? അല്ല, ഞങ്ങൾക്ക് വീട് ഓൾറെഡി കയറ്റി കഴിഞ്ഞു. സംശയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിച്ചോളൂ സാറിനോട് ചോദിച്ചു. ഞങ്ങളുടെ വടക്കോട്ട് ദർശനമായിട്ടാണ് വീട് നിൽക്കുന്നത്. ശരി. അപ്പൊ അത് അതിന്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? വടക്കോട്ട് ദർശനം അങ്ങനെയല്ല. നമ്മൾ വീടിൻ്റെ ദർശനം കണക്കാക്കുന്നത് അതിൻ്റെ ഡോറിനെ കൂടെ അതിൻ്റെ സ്ഥാനവും കൂടെ നോക്കിയിട്ടാണ്. നമ്മൾ കിഴക്കോട്ടാണ് വീട് ദർശനമായിട്ട് പണിയണമെങ്കിൽ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രധാന വാതിൽ കിഴക്കോട്ട് വരണം. അപ്പോൾ നമ്മൾ എങ്കിൽ മാത്രമേ അത് കിഴക്ക് ദർശനം എന്നുള്ള വീട് പറയാൻ പറ്റൂ. പടിഞ്ഞാറാണ് വീട് പണിയുന്നതെങ്കിൽ അതിൻ്റെ മെയിൻ ഡോറ് പ്രധാന വാതിൽ പടിഞ്ഞാറ് തന്നെ വരണം. അങ്ങനെയാണ് അത് കാണേണ്ടത്. ഇതിപ്പോ വടക്കോട്ടാണ് വീട് നിൽക്കുന്നത്. മുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് വടക്കോട്ടുണ്ടാവും. ഡോർ എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? കിഴക്കോട്ട് തിരിച്ചു. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് അതിൻ്റെ ദർശനം കിഴക്കെന്ന് പറയാൻ പറ്റില്ല. അത് അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല, അത് നമ്മൾ അതിന്റെ ദർശനത്തിന്റെ ഒരു കണക്കൊന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. പിന്നെ ഞങ്ങൾക്കുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെക്ക് കിഴക്കേ മൂല അങ്ങനെയായിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ സ്ഥാനം വരുന്നത്. അപ്പൊ അതിന്റെ വെള്ളം ഈ ആ ഒരു തെക്ക് ഭാഗത്തേക്ക് തന്നെ വരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഞാൻ മുമ്പും ഉള്ള ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞു, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ബാത്റൂം വരാതിരുന്നാൽ തെക്ക് കിഴക്ക് വന്നെന്ന് വിചാരിച്ച് വലിയ ദോഷമായിട്ട് അത് കാണണ്ട. ഇല്ല ഇല്ല ഇല്ല. ഓക്കെ മാഡം, താങ്ക് യു വിളിച്ചതിന് നന്ദി. സർ, നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു ഈ വൃക്ഷങ്ങളുമായിട്ടുള്ള. അപ്പോൾ അത് ഈ വൃക്ഷത്തിന് നമ്മൾ ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത് ഈ ഇത്തരം കാര്യങ്ങളുടെ ഒരു ഇതാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീട് പൊതുവേ പല സ്ഥലത്തും ഞാൻ കാണാറുണ്ട്, നല്ല വൃക്ഷങ്ങളൊക്കെ ആൾക്കാർ വെട്ടി മാറ്റിയിട്ട് വീടൊക്കെ. അല്ല, അത് ഇതാണ് നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് വൃക്ഷത്തിൻ്റെ സ്ഥാനം ചിലപ്പോൾ തൊട്ട് വീട്ടിൻ്റെ അടുത്ത് ഫൗണ്ടേഷനെയും ബേസ്മെൻറ്റും അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ വീട്ടിനെ സാരമായിട്ട് ബാധിക്കുമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കണം എന്ന് വിചാരിച്ച് കഴിവതും വൃക്ഷങ്ങളെ നശിപ്പിക്കാതെ ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും നമ്മൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തി ആര് പറഞ്ഞാലും അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മരത്തിനെ നമ്മൾ പുതുതായിട്ട് എങ്ങനെ ഒരു മരം വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക, ആ ഒരു സന്ദേശമല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അതെ അതെ സാർ. അപ്പോൾ ഞാൻ വേറൊരു സംശയം ചോദിച്ചോളൂ സാർ. ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് സാറിൻ്റെ ഒരു നിർമ്മാണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏകദേശം കഴിഞ്ഞൊരു വീട് ഞാൻ കാണുന്നുണ്ട്. അതിനകത്ത്
ഒരുപാട് സ്ഥലത്ത് കൂടുതലും ഈ കാറ്റ് വരുന്ന രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഞാൻ പൊതുവെ സാറിൻ്റെ വീട്ടിലും തന്നെ കണ്ടാലേ അറിയാൻ വരും. അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? പ്രത്യേകതയുണ്ട്. നമുക്ക് ഓരോ രാജ്യത്തും ഓരോ സ്ഥലത്തും ഓരോ പ്രദേശത്തും നമ്മൾ ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ ആ പ്രദേശത്തേക്കുള്ള അവിടുത്തെ പരിസ്ഥിതി നമ്മൾ ആദ്യം പഠിക്കണം. അപ്പോൾ നമ്മൾ ശാസ്ത്രത്തിൽ പറയുന്നത് ഇതല്ല. നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ അതിനകത്ത് ചില നിയമങ്ങൾ പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ കാറ്റിൻ്റെ ഒഴുക്ക് നമുക്കൊരു കോളർ ഉണ്ട്, അത് കഴിഞ്ഞ് തിരിച്ചു വരാം, ഇതേ സബ്ജക്ട് തിരിച്ചു വരാം. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഹലോ, ആരാ വിളിക്കുന്നത്? ഹലോ, രഘു സാർ, എവിടുന്നാ? അല്ല, എവിടുന്നാ വിളിക്കുന്നത്? കാലടി, തിരുവനന്തപുരം അതോ ആലുവ? അങ്കമാലി, കാലടി. ആ, ശരി ശരി ശരി. ആ, ചോദിച്ചോളൂ സാർ, ചോദിച്ചോളൂ. ഞാനൊരു കൂവളത്തൈ നട്ടംകുളത്തിന്റെ വീട്ടില് അത് വീടിന്റെ ഏത് ഭാഗത്ത് നട്ടെന്ന് അറിയാനായിരുന്നോ? എന്താണ് നടാമോ? കൂവളത്തൈ നടാമോ അതോ നട്ട് നടണമെങ്കിൽ ഏത് വശത്ത് നട്ടെന്ന് അറിയാനാ? ക്ലിയർ ആയില്ലേ? കൂവളത്തയ്യേ, കൂവളത്തിന്റെ തയ്യേ, കൂവളം. കൂവളം. ഒരു മിനിറ്റ്. ഹലോ, ഞങ്ങൾക്കൊരു കൂവളത്തിന്റെ തൈ നടാനായിരുന്നു. അപ്പൊ വീടിന്റെ ഏത് വശത്താണ് നടാൻ പറ്റുന്ന? വീട്ടിൽ നടാമോ? നമ്മൾ സാധാരണ കൂവളം അത്തരം കാര്യങ്ങളൊക്കെ വീടിന്റെ ഒരു അകലം പാലിച്ചിട്ട് പടിഞ്ഞാറ് തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും നടാവുന്നതാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്? അതെ അതെ. എത്ര ഡിസ്റ്റൻസ് വീടിന്റെ അത് വീടിന്റെ ഒരു പദം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും വീടിന്റെ പദം എന്ന് പറയുമ്പോൾ വീടിന്റെ മൊത്തം നീളം എടുത്തിട്ട് അതിൻ്റെ ഒരു 8-1 10 ഡിസ്റ്റൻസ് അതിൻ്റെ ഒരു ഇത്ര, അത് 2 മുതൽ 4 ഒരു പദം മാറ്റി ചെയ്യണം. അങ്ങനെയാണ് അത് സ്ഥലം. ഇതൊക്കെ നമുക്ക് വീട് പഴയ പറമ്പിൽ വളരെ വിസ്താരമുള്ള ഒരു പറമ്പിലാണ് ഇത്തരം നിയമങ്ങൾ പാലിക്കേണ്ടത്. മറ്റത് ഉള്ള പറമ്പിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നെന്ന് വിചാരിച്ച് ഈ കൂവളം എന്ന് പറഞ്ഞ ഒരു ദേവവൃക്ഷമാണ്. അത് പിന്നെ വളരെ വൃത്തിഹീനമായ സ്ഥലത്ത് വരാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതെ. അപ്പോൾ അവിടെയൊക്കെ ഞാൻ പറഞ്ഞ പദപ്രയോഗമൊന്നും നടക്കത്തില്ല. അപ്പോൾ അത് ഈ കൂവളം എന്ന് പറഞ്ഞത് അത്രയും ഒരു പ്രാധാന്യമുള്ള വൃക്ഷങ്ങളാണ്. അത് നിന്നാൽ ഭയങ്കര ഐശ്വര്യമുള്ള ഇതാണ്. ഞാൻ എൻ്റെ 4 കെട്ട് ഞാൻ പലയിടത്തും ചെയ്തതിലൊക്കെ അതിൻ്റെ ഒരു സാന്നിധ്യം വളരെയധികം പ്രയോജനം വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളത് അശുദ്ധമായ ഒരവസ്ഥയിലോട്ട് കൊണ്ട് നട്ട് ഇടാൻ ശ്രദ്ധിക്കുക. ഓക്കെ മാഡം. ഹലോ, ഓക്കെ, വിളിച്ചതിന് നന്ദി, താങ്ക് യു. സാർ, അപ്പോൾ സാർ ഈ പറഞ്ഞ പോലെ ഈ കൂവളം പറഞ്ഞിടുന്ന ഒരു നമ്മൾ നേരത്തെ വന്നത്, അതിൽ നിന്ന് നമുക്ക് ഇതിലോട്ട് വരാം. അതായത് ഈ കാറ്റ് കൂടുതൽ കയറുന്ന രീതിയിലുള്ള ഒരു, അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഈ പ്ലാൻ തയ്യാറാക്കുമ്പോൾ തന്നെ കാറ്റിൻ്റെ ഒഴുക്ക് നമ്മൾ നോക്കണം. ഇപ്പോൾ ഞാനിവിടെ കേരളത്തിലൊരു പ്ലാൻ വരയ്ക്കുന്നത് തമിഴ്നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് കാറ്റിൻ്റെ ഒഴുക്ക് വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് വെന്റിലേഷൻ ക്രമീകരിക്കണം. നമുക്ക് എങ്ങനെയാണ് പടിഞ്ഞാറൻ കാറ്റല്ലേ കൂടുതൽ വരുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ പടിഞ്ഞാറൻ കാറ്റ്, അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ആ ഭാഗത്തുകൂടെ കാറ്റ് വീട്ടിനുള്ളിൽ കയറി പുറത്തിറങ്ങാനുള്ള ഒരു ക്രോസ് വെന്റിലേഷൻ സംവിധാനം നമ്മൾ ഈ ഡിസൈനിലുണ്ടാവണം. അതിപ്പോൾ നമുക്ക് പിന്നെ ഇപ്പോൾ ഒരു വലിയ കാര്യമായിട്ടൊന്നും പറയേണ്ട, അത് യാതൊരു എഞ്ചിനീയറിങ്ങും പ്ലാൻ വരയ്ക്കുന്ന സാധാരണക്കാർക്കും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ വാസ്തുവിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ ഈ പറഞ്ഞത്. വാസ്തുവിൽ അതിനകത്ത് പ്രാധാന്യം കൊടുക്കുന്നത് ഇന്നടുത്ത് ഓപ്പണിംഗ് ഉണ്ടാവണം പാടില്ല എന്നുള്ളതുണ്ട്. അതൊക്കെ ഈ ഇങ്ങനെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അതാണ്. മറ്റത് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഒരു വീട്ടിനകത്ത് ശുദ്ധവായു കിട്ടത്തക്ക രീതിയിൽ അത് നമ്മൾ ക്രമീകരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ അതിനകത്ത് ഒഴിവാകും. പക്ഷേ അതേസമയം നമുക്ക് AC സംവിധാനമൊക്കെ ഉള്ളത് കൊണ്ട് ഇതിനൊന്നും വലിയ ഒരു അർത്ഥമില്ല, അതുമില്ല. അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ വെറുതെ ശാസ്ത്രത്തിൽ മാത്രം കറങ്ങാതെ നമ്മൾ മറ്റേ സൈഡിലേക്ക് പോകണം. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, ശാസ്ത്രം ഒരു സൈഡിൽ കൂടെ കാണുകയും ആധുനിക സംവിധാനം കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ നമുക്ക് ഇത് രണ്ടിൻ്റെയും തത്വം നമുക്ക് ലയിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമുക്ക് വേണ്ടത്. ശരി സാർ. സാർ, ഒരു കോളറുണ്ട്. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. ആരാ സംസാരിക്കുന്നത്? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഒന്ന് പേര് പറഞ്ഞു. അല്ല, ഒന്ന് പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ. നിഷ എവിടുന്നാ വിളിക്കുന്നത്? ഞങ്ങളുടെ വീടിന്റെ മെയിൻ വാതില് വടക്ക് വശത്തേക്കാണ്. ചോദിച്ചോളൂ. അപ്പൊ അതിന്റെ ആ വടക്ക് വശത്ത് നമ്മളങ്ങോട്ട് കയറി ഇറങ്ങുന്നതിൽ തന്നെ ഒരു പുളിമരം ഉണ്ട്. പിന്നെ അടുക്കള വശത്താണ് മെയിൻ വാതിൽ, കിഴക്ക് വശത്താണ്. അപ്പൊ ആ കിഴക്ക് വശത്ത് ആ വാതിലിന്റെ തൂക്ക് തന്നെ ഒരു ചെറിയ മാവ് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ മാവ് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷം വല്ലതും ഉണ്ടോ?
അടുക്കളയിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ കാണുന്നത് തന്നെ ആ മാവാണ്. മാവാണ്. ഇതിൽ നമ്മളിപ്പോൾ ഇത്രയും ഞാൻ ഈ ഇതിൽ മനസ്സിലാക്കിയത്, നമുക്ക് വീടിൻ്റെ മുന്നിലും ഫ്രണ്ടിലും ഒക്കെ മരങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും. മരം കണ്ടതുകൊണ്ട് നമുക്കത് വേറെ ദോഷമായിട്ട് കാണേണ്ട. പക്ഷേ നമ്മൾ പ്രധാന വാതിൽ ഇതിൻ്റെ നേരെ മദ്യം, ഇതിനകത്ത് 1 മീറ്റർ വീതിയുള്ള ഒരു ഡോറാണെങ്കിൽ 50 സെൻറ്റിമീറ്റർ ഒരു ചരട് കെട്ടി നേരെ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ അതിന് തടസ്സം വരുന്ന രീതിയിലാണ് നമ്മൾ പറമ്പിനകത്ത് മരം നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് സൂത്രഭേദം എന്ന് പറയും. അത് അങ്ങനെയുള്ള മരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതിനെ നമുക്ക് ശരിക്കും അത്രയും കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട്, അല്ലാതെ മരം കണ്ടതുകൊണ്ട് ഒരു ദോഷവും. ഓക്കെ മാഡം, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടായില്ലേ? ഇത് അത്രേ ഉള്ളൂ. ഓക്കെ, വിളിച്ചതിന് നന്ദി, താങ്ക് യു. സാർ, അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നത് മരം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ചോദ്യം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും കൂടുതൽ ആൾക്കാർ സംശയം വരുന്നത് സ്വാഭാവികമായിട്ട്. പ്രത്യേകിച്ച് ഈ വീടിന് നേരെ മരം കാണുന്നു, പുറകുവശത്ത് നേരെ മരം കാണുന്നു, അങ്ങനെ ഒരു നമ്മൾ പൊതുവേ അതിനകത്ത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, വൃക്ഷങ്ങളെ പരമാവധി നമ്മൾ സ്നേഹിക്കുകയും അതിനെ ഉൾപ്പെടുത്തി കൊണ്ട് തന്നെ ഉപദേശം കൊടുക്കുക. അപ്പോൾ അത് നമുക്ക് വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ താമസത്തിനെ അത് തടസ്സപ്പെടുത്തും എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡോറിൻ്റെ നേരെയാണ് അവരുടെ ഒരു മാവോ പ്ലാവോ ആഞ്ഞിലിയോ ഒക്കെ നിന്നാൽ നമ്മൾ ഡോറ് തുറന്ന സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ അതിന് നമ്മൾ പറയുന്നത് സൂത്രവേദമെന്നാണ്. സാർ, ഞാൻ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ വെച്ചാൽ വീടിൻ്റെ നടുക്ക് നമ്മൾ കയറി പോകുമ്പോൾ ഒരു സെൻട്രൽ ഹാള് കാണും. അതിനകത്ത് കൂടെ ഒരു തെങ്ങ് ഇങ്ങനെ പോയിട്ട് അതിന് ഒരു ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടാവും. അത് ഇല്ല, അത് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും വളരെയധികം ബഹുമാനത്തോടെ ആരാധനയോടും കാണുന്ന എല്ലാവരും ബേക്കർ, അദ്ദേഹം നമ്മൾ ഈ പ്രകൃതിയായിട്ട് ബന്ധപ്പെടുത്തി കുറേ സംഭാവനകൾ അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിനെയൊന്നും വെട്ടിക്കളയാതെ അത്തരം മരങ്ങളൊക്കെ നിർത്തി തന്നെ നമുക്ക് ഗൃഹം പണിയാം എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ യുക്തിയാണ്. കാരണം ഒരു തെങ്ങിനെ നിർത്തിക്കൊണ്ട് അതിനെ ചുറ്റും ഇങ്ങനെയൊക്കെ റൗണ്ട് ചെയ്ത് ഒരു കൺസ്ട്രക്ഷൻ ചെയ്ത് കുറേ പാഴ്ചെലവ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ആ തെങ്ങിനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് 3 വർഷം കൊണ്ട് പുതിയ തെങ്ങെന്ന് വെച്ചൂടെ? ശരിയാ, വെച്ച് കഴിഞ്ഞാൽ അത് യുക്തി ഓരോരുത്തരുടെ, അതിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് അഭിപ്രായമില്ല. ശരി സാർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, വെൽക്കം ടു അർജുന അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഹലോ. ഹലോ, സംസാരിച്ചോളൂ. എന്താ പേരെന്താ? തങ്കപ്പൻ. തങ്കപ്പൻ സാർ, എവിടുന്നാണ് വിളിക്കുന്നത്? തെക്കാട്, തലയോലപ്പറമ്പ്. ഓക്കെ, സാറിന്റെ സംശയം സാറിനോട് ചോദിച്ചോളൂ. ചോദിച്ചോട്ടെ. എന്റെ വീടിന്റെ വാതിക്കൽ ഒരു എലഞ്ഞു വരുന്നു, ഇപ്പോൾ കുഴപ്പമുണ്ടെന്ന് അറിയാൻ വേണ്ടിയാ. എലഞ്ഞി മരം അല്ല, അത് എനിക്ക് തോന്നുന്നു ഈ മരം ഫ്രണ്ടിൽ കാണുന്നതുകൊണ്ട് എന്താ ദോഷം, അതിലൊരു സംശയമായിട്ട് വരുന്നു. 2-3 കോൾ വന്നതൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. നമ്മൾ വീട്ടിന്, ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഒരു ചോദ്യം വന്നു, വീടിൻ്റെ നേര് വാതിലിന് നമ്മളതിൻ്റെ മദ്യം തടസ്സം വരുന്ന രീതിയിലാണ് വൃക്ഷങ്ങൾ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് അതിനകത്ത് ദോഷമായിട്ട് കാണേണ്ടത്. മറ്റേതൊക്കെ ഒരു പ്രശ്നമില്ല. വീട്ടിന് മറ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിൻ്റെ ഫൗണ്ടേഷനെയോ നമ്മൾ മറ്റ് ഒന്നിനും തടസ്സമില്ലെങ്കിൽ മരം അവിടെ നിന്നോട്ടെ, അതിനെന്താ കുഴപ്പം? ഇല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇല്ല ഇല്ല, അതൊന്നും ഒരു ദോഷമായിട്ട് കാണേണ്ട. ഇതൊക്കെ നമ്മളാ കുറേ ആവശ്യമില്ലാത്ത ചിന്തകളാണ്. നമുക്കൊരു വീട് പണിയുമ്പോൾ ശാസ്ത്രം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അത് പാലിച്ച് വീട് പണിയുമ്പോൾ ഒരു ഐശ്വര്യമുള്ള ഗൃഹം ഉണ്ടാകും. അതിനകത്ത് താമസിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സുഖം ഉണ്ടാവും. പിന്നെ അത് അല്ലാതെ ഈ വെറുതെ ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന എല്ലാം നമ്മൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല. ഓക്കെ, തങ്കപ്പൻ സാർ, വിളിച്ചതിന് നന്ദി. നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. പ്ലീസ് സ്റ്റേ വിത്ത് us. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. ഞാൻ സ്വപ്നം കാണുന്ന വീടേ ചാരുപടിയും മുഖപ്പും നടുമുറ്റൊക്കെയുള്ള പഴയ ശൈലിയിലുള്ള ആധുനിക കെട്ടിടം. എങ്കിൽ വാ, നമുക്ക് ഇപ്പൊ തന്നെ അർജുൻ അസോസിയേറ്റ്സിൽ പോവാം. പഴമയുടെ പ്രൗഢിയിൽ ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ്. വിളിക്കേണ്ട നമ്പർ 8281550000. 25-ലധികം വർഷത്തെ സേവന പാരമ്പര്യമുള്ള സരസ്വതി എന്റർപ്രൈസസിൽ സെറ സ്റ്റൈൽ ഗാലറി. സെറ റിഫ്ലെക്ട്സ് യുവർ സ്റ്റൈൽ. Voted Product of the Year, Sera. സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുടി, ട്രിവാൻഡ്രം. ചരിത്രമുറങ്ങുന്ന അനന്തപുരിയുടെ പരിശുദ്ധ മണ്ണിൽ APN Teak ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കായി. നിലമ്പൂർ തേക്കിന് വെല്ലുന്ന കരുത്തും
ഞങ്ങളുടെ കരവിരുതും ഇനി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളിലും ഓഫീസുകളിലും. 10 വർഷം വാറന്റിയുള്ള ജർമ്മൻ പോളിഷിനാൽ ഫിനിഷ് ചെയ്ത A+ ഗ്രേഡ് ടീക്ക് വുഡുകൾക്ക് ലൈഫ് ടൈം വാറന്റി. APN ടീക്ക് ലൈഫ് സ്റ്റൈലിൽ അനന്തപുരിയിൽ ടീക്ക് ഫർണിച്ചറുകൾക്ക് മാത്രമായി ഒരേയൊരു ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ ഷോറൂം. APN ടീക്ക് ലൈഫ് സ്റ്റൈൽ, ന്യൂ കാരക്കാമണ്ഡപം, തിരുവനന്തപുരം. അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വെൽക്കം ബാക്ക് ടു അർജുൻ അസോസിയേറ്റ്സ് വാസ്തുഭവനം. വാസ്തുഭവനത്തിലേക്ക് ധാരാളം കോളുകൾ വരുന്നുണ്ട്. ജനങ്ങൾ വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ ആദ്യത്തെ എപ്പിസോഡ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നതോടൊപ്പം തന്നെ വീണ്ടും തുടർന്നും ഈ പരിപാടി എല്ലാ വ്യാഴാഴ്ചയും കാണുക. അതോടൊപ്പം നമുക്കൊരു കോളർ ഉണ്ട് സർ. ഹലോ. ഹലോ. പറഞ്ഞോളൂ സാർ, എന്താ പേരെന്താ? എന്റെ പേര് തോമസ്, ഞാൻ കോട്ടയത്ത് നിന്ന് വിളിക്കുന്നു. പറയൂ സാർ. സാറിൻ്റെ വീടിനെ കുറിച്ച് സംശയം ചോദിച്ചോളൂ സാർ. അർജുൻ സാർ ഇവിടെ ഉണ്ട്, ചോദിച്ചോളൂ. ഞാൻ ചോദിച്ചത് ഒരു 8.5 സെന്റ് സ്ഥലമാണ്. ഹലോ. പറഞ്ഞോളൂ. ഈ 8.5 സെന്റ് സ്ഥലം വടക്കോട്ട് 26 മീറ്റർ നീള, ഫ്രണ്ട് എന്ന് പറയുന്നത് തെക്കുവശം എന്ന് പറയുന്നത് 12.5 മീറ്റർ വീതിയ. അതിനകത്ത് നമ്മളൊരു വീട് വെക്കുമ്പോൾ അതിന്റെ ദർശനം വരുന്നത് തെക്കോട്ടാ. അപ്പൊ തെക്കോട്ട് ഈ വാതിൽ വെക്കാൻ പറ്റുമോ? അതിന് പിന്നെ നമുക്ക് പിന്നെ കണക്കാക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമുക്ക് 4 ദിക്കിലേക്കും വീട് പണിയാം. അപ്പോൾ നമ്മളെ പറമ്പ് കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഒരു വാസ്തു അറിയാവുന്ന ഒരാൾ പ്ലാൻ വരയ്ക്കുമ്പോൾ ആദ്യം സ്ഥലം ചെന്ന് നോക്കുമ്പോൾ അതിൻ്റെ 4 ദിക്കിലേക്ക് നമുക്ക് വീട് പണിയാമെന്നുള്ളതുകൊണ്ട് ആ പറമ്പിൽ ഏത് ദർശനം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് നോക്കും. അപ്പോൾ ഇതിൻ്റെ 4 ദിക്കിലേക്ക് 4 കണക്ക് കൊടുക്കണം ശാസ്ത്രപ്രകാരം. അപ്പോൾ അത് കിഴക്ക് ദർശനമായിട്ടുള്ള വീടിന് ഒരു കണക്ക്, വടക്കിന് ഒരു കണക്കുണ്ട്, തെക്കിന് ഒരു കണക്കുണ്ട്, പടിഞ്ഞാറ്. അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ പറയാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് തെക്ക് ദർശനമുള്ള കണക്ക് കൊടുത്ത് തീർച്ചയായിട്ടും വീട് പണിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡോർ തെക്കോട്ട് തിരിച്ച് ദർശനം വെച്ച് നടയിട്ട് വെക്കുന്നതിന് കുഴപ്പമില്ലെന്നോ? അതിന് കുഴപ്പമില്ല. ധാരാളം വീടുകൾ അങ്ങനെ ഉണ്ടല്ലോ. ഞാൻ തന്നെ 10-20 വർഷത്തിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ വീടുകൾ പണിത് തെക്ക് ദർശനമുള്ള അനേകം വീടുകൾ ഞാൻ പണിതിട്ടുണ്ട്. നല്ല ഐശ്വര്യമുള്ള വീടുകൾ. അതിനകത്ത് ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ തെക്കോട്ട് ദർശനമാവാം, വടക്കാവാം, പടിഞ്ഞാറാവാം, കിഴക്കാവാം. ഇത് 4 ദിക്കിലേക്കും കൊടുക്കുമ്പോൾ 4 ദർശനം അനുസരിച്ചുള്ള കണക്ക് കൊടുക്കണം. അതിനനുസരിച്ചുള്ള ഡോറിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ. അത്രേ ഉള്ളല്ലേ? അപ്പൊ അതിനകത്ത് ഇപ്പൊ നമ്മള് സ്ഥാനം കാണാതെ കിണറ് കുത്തണ എന്നാ ചെയ്യും? സ്ഥലം എങ്ങനെ? സ്ഥാനം വീടിന് സ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ല, കാണാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് ആദ്യമേ ഒരു കിണറ് കുത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല, കിണർ സാധാരണ ഏത് ദർശനമായിട്ട് വീട് പണിതാലും കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ആണ് ഏറ്റവും ഉചിതമായിട്ടുള്ള സ്ഥലം. അത് തൊട്ട് പറമ്പ് അപ്പുറത്തുള്ള വീട്ടുകാരുടെ സെപ്റ്റിക് ടാങ്കും മറ്റു കാര്യങ്ങളുടെ പരിഗണിച്ചിട്ട് അതിന് മാറ്റങ്ങൾ വരുത്തണം. അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും. ഹലോ. അപ്പുറത്തെ ഈ ബാത്റൂമുമായിട്ട് അല്ലെങ്കിൽ അതെ. അപ്പം നമ്മളതിൻ്റെ ഈ സ്ഥാനം നോക്കിയിട്ട് വടക്ക് കിഴക്കെന്ന് പറഞ്ഞ് കിണർ കുത്തുമ്പോൾ അവിടെ നിന്ന് ഒരു തൊട്ടടുത്താണ് ഒരാളുടെ ബാത്റൂമെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ പിന്നെ ഒരു കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ ചെയ്യാൻ പറ്റുമെന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിനെ വിളിച്ച് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഹലോ ജോസ് സാർ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംശയം ചോദിക്കണമെങ്കിൽ നമ്മളിപ്പോൾ അർജുൻ സാറിൻ്റെ നമ്പർ ഇതിനകത്ത് കാണുന്നുണ്ടോ? കണ്ടോ? ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതിയല്ലോ? അല്ല, ഈ നമ്പറല്ല, ഇത് സ്റ്റുഡിയോ നമ്പറാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ അതിനകത്ത് അദ്ദേഹത്തെ നിങ്ങൾ പരിപാടി മുഴുവൻ കാണുക. ഓക്കെ, മുഴുവൻ കാണുക. അപ്പോൾ അദ്ദേഹം കൂടുതൽ, കാരണം നമുക്കൊരു ചാനലായത് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് സമയം ഉപയോഗിക്കാനായിട്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ താങ്കൾക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടോ എപ്പോഴെങ്കിലും വിളിച്ച് കൂടുതൽ സംശയങ്ങൾ, കാരണം അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വാസ്തു ബിൽഡറാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏകദേശം 2000-ൽ പരം വീടുകൾ വാസ്തുശാസ്ത്രപരമായിട്ട് തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശില്പിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നമ്പർ അതിനകത്തുണ്ട്. ദയവായി അതിൽ കൂടുതൽ വിളിച്ചോളൂ കേട്ടോ സാർ. ഏതായാലും വിളിച്ചത് നന്ദി. എന്തോ സാർ? സാർ നമ്പർ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. കണ്ടായിരുന്നോ? ഓക്കെ, വിളിച്ചതിന് നന്ദി സാർ, താങ്ക് യു. സാർ, ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പോഴും ഈ ഡോറിന്റെ പ്രശ്നം തന്നെയാണ്. അതെ. അപ്പോൾ ഈ നമ്മൾ ഡോറ് ഞാനൊരു പ്രാധാന്യമുണ്ട്, പ്രധാന വാതിലുണ്ട്. പിന്നെ മാത്രമല്ല, പ്രത്യേകിച്ച് വാടക വീടൊക്കെ നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല. ഇല്ല, വാടക വീടും സ്വന്തമായിട്ടുള്ള വീടും തമ്മിൽ കൺസെപ്റ്റ് വേറെയല്ലേ? വേറെയാ. അപ്പോൾ നമ്മൾ ഈ വാസ്തുശാസ്ത്രപരമായിട്ട് അതൊക്കെയാണ് ആൾക്കാരുടെ ഇടയിൽ സംശയം ചോദിക്കുന്നത്. ഇതൊക്കെ ഒരു ആവശ്യമുള്ള കാര്യമാണോ, അന്ധവിശ്വാസമല്ലേ? ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു വീട് പണിത് നിങ്ങൾക്ക് വാടക കയറുന്നു. ഇപ്പം ഞാൻ വീട് പണിയുമ്പോൾ എൻ്റെ ജാതകം ഗ്രഹനില ഒക്കെ വെച്ചും കൊണ്ടാണല്ലോ വീട് പണിയുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് പ്രയോജനം വരും?
നിങ്ങൾ അവിടെ കയറി താമസിക്കുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ആ ഇതുമായിട്ട് യോജിച്ച് വരണ്ടേ? അവിടെ അതാണ് പറഞ്ഞത്, അവിടെ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒരു വീടിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞതുപോലെ ഒരു അതിൻ്റെ സ്ഥാനം, അതിൻ്റെ ദർശനം, മുറികളുടെ കണക്ക്, അതിൻ്റെ മറ്റ് ഘടകങ്ങളൊക്കെ പരിഗണിക്കുക. മറ്റേത് ഒരു ഉത്തമമായ കണക്കിൽ നമ്മൾ നോക്കി ഒരു ഇതിനകത്ത് ഓരോന്നിനും കണക്കുണ്ട്. അത് പൊതുവായിട്ട് എടുത്തു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം അതിൽ സോൾവ് ചെയ്ത് പോക്കത്ത് അങ്ങനെ പോകുന്ന രീതിയാണുള്ളത്. ശരി. അപ്പോൾ സാർ നമുക്ക് ഇപ്പോൾ വേറൊരു ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സുഹൃത്ത് വിളിക്കുകയുണ്ടായി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ മരം ഉണ്ടല്ലോ, ആ മരം അത് നമ്മൾ മാറ്റാതെ നമ്മളെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്നുള്ളൊരു സംശയം എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു സാറിനോട്. അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വീട്ടിന് ചുറ്റും നമ്മൾ മരങ്ങൾ വയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് അതുപോലെ സാർ ഈ മരത്തിൻ്റെ നമ്മൾ ഈ ഒരു വലിയ വൃക്ഷമുണ്ട്, അപ്പോൾ നമ്മൾ മുറിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്, നമ്മളൊരു നാച്ചുറൽ എൻവയോൺമെന്റ് നോക്കിയിട്ട്. പക്ഷേ അതിൻ്റെ വേരുകൾ ശക്തമായിട്ട് ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ പോകാൻ സാധ്യത. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ ഏത് തരം വൃക്ഷങ്ങളാണ് വീട്ടിന് ചുറ്റും. നമുക്ക് ആഞ്ഞിലി, പ്ലാവ് ഇതൊക്കെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വന്നാൽ തീർച്ചയായിട്ടും അതിൻ്റെ തണലിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ വേര് വീട്ടിൻ്റെ ബേസ്മെൻറ്റിനെയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ അത്തരം ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്ത് ചെയ്യേണ്ടി വരും. അതാണ് ഈ മരങ്ങളുടെ അകലം പാലിക്കാനായിട്ട് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളെ യുക്തിയാണ്. അപ്പോൾ അതിനകത്ത് ശാസ്ത്രത്തിൻ്റെ മാത്രം ഒരു ഇതിലേക്ക് പോകേണ്ടത്. ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല എൻ്റെ വിഷയങ്ങൾ. ഞാൻ എപ്പോഴും ഒരു പ്ലാൻ വരയ്ക്കുമ്പോൾ വീട് ആദ്യം ഒരു സ്ഥലം പോയി നോക്കും. ആ നോക്കുമ്പോൾ ആ പറമ്പിൽ എങ്ങോട്ടാണ് ദർശനം കൊടുക്കാൻ പറ്റുന്നത്, അത് വളരെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ എത്ര ദർശനമുള്ള കണക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും, അതിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും, അവരുടെ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് അതിനകത്ത് ആവശ്യമുള്ളത്, അവർക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീടണം, അവരുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളും കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീട് പണിയണം. അതിനോടൊപ്പം തന്നെ ഈ ബാക്കി ഘടകങ്ങൾ നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിലേക്ക് ക്രമീകരിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഈ ശാസ്ത്രവും ആധുനിക സൗകര്യവും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ കാണേണ്ട ഒരു വിഷയം. മറ്റേ വെറുതെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പണ്ടത്തെ പോലെയല്ല, പണ്ടാണെങ്കിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു വാസ്തു വിദഗ്ധൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കറിയാന്നുള്ള ഒരാൾ വന്നിട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ട് ഇത്ര സ്ഥലത്ത് ഇന്നടുത്ത് വീടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെയൊക്കെ ഇന്ന് പറ്റില്ല. അവിടെ ഒരേക്കർ സ്ഥലം അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലത്തിൽ 10 പ്ലോട്ടായിട്ട് തിരിച്ചിട്ട് അതിനകത്ത് 5 സെൻറ്റോ 4 സെൻറ്റോ ഉള്ളിടത്ത് ഈ പരിഗണന എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന 5 സെൻറ്റാണ്. ആ 5 സെൻറ്റിനകത്ത് അവർക്ക് താമസയോഗ്യമായിട്ടുള്ള ഒരു കണക്ക് കൊടുത്ത് ഒരു ശാസ്ത്രത്തിൻ്റെ തത്വങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീട് പണിയുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അതിൻ്റെ പുറകെയാണ് ഈ ബാക്കി കാര്യം. അതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഓക്കെ സാർ. സോ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. അപ്പോൾ ആദ്യമായി നമുക്ക് ഈ പരിപാടിക്ക് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ള ശ്രീ അർജുൻ സാറിന് സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. നമസ്കാരം സാർ. അപ്പോൾ അദ്ദേഹം വഴി നമുക്ക് ധാരാളം അറിവുകൾ കിട്ടി. ഇതേമാതിരി എല്ലാ വ്യാഴാഴ്ചയും 12:30 മുതൽ 1:30 വരെയാണ് ഈ പരിപാടികൾ. പിന്നെ അദ്ദേഹം വളരെ വിദഗ്ധനായ ഒരു ബിൽഡറാണ്, ഒരു വാസ്തുശാസ്ത്രജ്ഞൻ മാത്രമല്ല, വാസ്തുശാസ്ത്രപരമായിട്ട് ബിൽഡിംഗ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ബിൽഡിങ്ങുമായിട്ട് എന്തെങ്കിലും വീട് വെക്കാനോ അങ്ങനെ സംശയങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഇതിനകത്ത് തന്നിട്ടുണ്ട്, അതിൽ വിളിക്കുക. ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് മെയിൽ ID ഉണ്ട്. ഞങ്ങളുടെ ഒരു അഡ്രസ്സ് ഇപ്പോൾ സ്ക്രീനിൽ തെളിയുന്നതാണ്. ബന്ധപ്പെടാം. ആഡ്സിൻ തിരുവനന്തപുരം. ഫോൺ നമ്പർ 9895660488. നമ്പർ ഒന്നുകൂടി പറയാം, 9895660488. സാറിൻ്റെ നമ്പർ ഓൾറെഡി നിങ്ങളുടെ സ്ക്രീനിലുണ്ട്. അതോടൊപ്പം തന്നെ ഇമെയിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇമെയിലായിട്ട് വായിക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ആ ഇമെയിൽ ഞങ്ങൾ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇമെയിൽ അഡ്രസ്സ് എഴുതിക്കോളൂ, vastubavanam@gmail.com. ഒന്നുകൂടെ പറയാം, ഇമെയിൽ അഡ്രസ്സ് vastubavanam@gmail.com. സോ ഈ പരിപാടിക്ക് പങ്കെടുത്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും വളരെ ആവേശപൂർവ്വം ധാരാളം കോളുകൾ, നമ്മൾ പ്രതീക്ഷിച്ചിലും കൂടുതൽ ഇതിനകത്ത് കോളുകൾ വരികയുണ്ടായി. അപ്പോൾ ഇനിയും വീണ്ടും തുടർന്നും എല്ലാ വ്യാഴാഴ്ചയും ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് കാണാം. അതുവരെ കാണുന്നവരെ ഹൃദയപൂർവ്വം ഐ എം മൂർത്തി സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം. താങ്ക് യു.
ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആധുനിക രീതിയിൽ ഗൃഹനിർമ്മാണത്തിന് പേരുകേട്ട സ്ഥാപനം അർജുൻ അസോസിയേറ്റ്സ് ഇൻ അസോസിയേഷൻ വിത്ത് APN ലൈഫ് സ്റ്റൈൽ ന്യൂ കാരക്ക മണ്ഡപം തിരുവനന്തപുരം. സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുടി ട്രിവാൻഡ്രം.